ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെയൊക്കെ മണാലി കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുങ്ങിയതാണല്ലോ. പിന്നെ അതെ ഇപ്പോഴാണൊന്ന് പൊങ്ങാൻ സമയം കിട്ടിയത്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ബിസി ആയിപ്പോയി ഗൈസ്. ഐ എം ദി സോറി അളിയ, ഐ എം ദി സോറി. അപ്പം എന്നാ വാ ബാക്കി കഥ പറയാം. ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലെയില്ല. ബ്രേക്ക്ഫാസ്റ്റ് പോലും കൊണ്ടുവന്നിട്ടില്ല. ആർത്തിമുത്ത് പ്രാന്തായി കുറച്ച് ടീംസാണ് വന്നതെന്ന് അവർക്കറിയില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് റൊട്ടി, ദാല് കറി, ജാം തേച്ച ബ്രെഡ്, ബട്ടർ തേച്ച ബ്രെഡ്, ഉപ്പുമാവ്, പിന്നെ കോൺഫ്ലെക്സ്, ചോക്കോസ്, കോഫി ഉണ്ടാക്കി കുടിക്കാനുള്ള സാധന സാമഗ്രികൾ, പിന്നെ ഇത് ഹെൽത്തി കുട്ടന്മാർക്കുള്ള മുട്ട, അങ്ങനെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാം പോട്ടെ പ്ലേറ്റിലേക്ക് ഇപ്പോൾ ശരിയാക്കി തരാമെന്നുള്ള മട്ടിലെടുത്തതാണ്. പക്ഷേ അത്രയൊന്നും എന്നെ കൊണ്ട് താങ്ങിയില്ല. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയായി സൈറ്റ് സീയിങ് പോകാൻ ഇറങ്ങി. വിചാരിച്ച പോലെയല്ല, നല്ല വെയിലുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മണാലി വന്നിട്ട് നല്ല വെയിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കുന്നു. നല്ല മഞ്ഞൊക്കെ കാണണമെങ്കിൽ ഡിസംബർ ജാനുവരി ടൈമിലൊക്കെ വരണമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ അനിയൻ നഴ്സിംഗാണ് പഠിക്കുന്നത്. അവനങ്ങനെ ലീവൊന്നും കിട്ടാറില്ല. മെയ്യിലാണ് സാധാരണ അവർക്ക് ഒഫീഷ്യലി 1 മാസം അടുപ്പിച്ച് ലീവ് കൊടുക്കാറ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മെയ് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്നവരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ കുറേ പേരും പറഞ്ഞത് ഡിസംബറിലൊക്കെ വന്നാൽ എല്ലാ പ്ലേസും കവർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു മാർച്ചൊക്കെ ആണെങ്കിൽ മേ ബി കറക്റ്റ് ടൈമായിരിക്കും. വെയിലുണ്ടായിരുന്നെങ്കിലും വലിയ ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മഞ്ഞ് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ ഫാബുലസ്, ഫാന്റാസ്റ്റിക് ആൻഡ് ബോംബ്ലാസ്റ്റിക് ഗൈസ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഗായ്സ്, ഞങ്ങൾ സിപ്പ് ലൈൻ പോവാൻ പോവുകയാണ് ഗായ്സ്. എക്സൈറ്റഡ്? എക്സൈറ്റഡ് ആണോ? അവിടെ പോയിട്ട് മറ്റേനകത്ത് തിരിച്ചു പറഞ്ഞു വരും. കാത്തുമോൾ आगे करनी എക്സൈറ്റഡ് ആണോ? चाबी अंदर ही थी. നിങ്ങൾ എപ്പോഴെങ്കിലും മണാലി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡു ട്രൈ ദ സിപ്പ് ലൈൻ ഗൈസ്. ഇറ്റ്സ് അടിപൊളി. ഞങ്ങൾ പോകാൻ വിചാരിച്ചിറങ്ങിയത് സിസുവിലേക്കാണെങ്കിലും ഞങ്ങൾ സിപ്പ് ലൈൻ ചെയ്യാൻ ഇറങ്ങിയെടുത്ത് ചോദിച്ചപ്പോൾ സിസുവിനേക്കാളും ഈ ടൈമിൽ മഞ്ഞുള്ള വേറൊരു സ്പോട്ട് ഞങ്ങൾക്ക് അവർ പറഞ്ഞു തന്നു. പിന്നെ ഒന്നും നോക്കില്ല, അവിടെയുള്ള ഒരു കടയിൽ നിന്ന് മഞ്ഞിലിറങ്ങാനുള്ള ആക്സസറീസ് ഒക്കെ വാങ്ങി ഞങ്ങൾ വേഗം വണ്ടി വിട്ടു ടു വൺ ഓഫ് ദ മോസ്റ്റ് സിനിക് സ്പോട്ട് ഇൻ മണാലി, മടി. പോവാൻ മടിയാന്നല്ല കേട്ടോ, സ്ഥലത്തിൻ്റെ പേരാ പറഞ്ഞത്, മടി. MARHY. ഇതാണ് സ്പെല്ലിംഗ് എങ്കിലും നമ്മൾ മണാലി ടൗണിൽ റോഹ്താങ് പാസിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ മടിയുടെ ലൊക്കേഷൻ വരുന്നത്. ദേ ഈ കാണുന്നത് മഞ്ഞ് കട്ട പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ വിശ്വസിച്ചേ പറ്റും. മഞ്ഞിലേക്ക് പോവാണോ ചന്ദ്രനിലേക്ക് പോവാണോ എന്നുള്ള സംശയം ചോദിച്ചതിൻ്റെ ചിരിയാണ് അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ പറ്റില്ല, ഈ ഡ്രസ്സ് കണ്ടാൽ ആർക്കായാലും ഒരു സംശയം തോന്നും. ഔട്ട്ഫിറ്റ് ചെക്കിൻ്റെ സമയമാണ് ഗൈസ്, എല്ലാവരുടെയും കണ്ടോളൂ. ഗായ്സ്, ഞങ്ങൾ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഗായ്സ്. നോക്ക് എല്ലാവരും പറ. ഹായ് ബ്രോസ്, ഹായ്. വെരി ഗുഡ്. ഈ വെയിൽ കണ്ടാ
അയ്യോ ഞങ്ങൾ വെച്ച് മഞ്ഞൊന്നും ഉണ്ടാകത്തില്ല ഗൈസ്, അതുകൊണ്ട് ഗ്ലൗവിന്റെ ഒന്നും ആവശ്യം. ഇത് തന്നെ അധികമാണെന്ന് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഒന്നുമില്ല ഗൈസ്, ഒന്നും അറിയുന്നില്ല. എടീ, ദാ ഇത് നോക്ക്. ഇതൊക്കെ എന്റെ ഷൂവിനകത്തുനിന്ന് കിട്ടിയതാ. അതെ തണുപ്പത്ത് മാഗി കഴിക്കണം എന്ന് ആരും എന്നോട് പറഞ്ഞു. മാഗി കഴിച്ചാൽ ഭയങ്കര, നമ്മൾ നോർമലി മാഗി കഴിക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ് മഞ്ഞൾ വന്നിട്ട് മാഗി കഴിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ മാഗി കഴിക്കാൻ വന്നിട്ടുണ്ട്. മാഗി അങ്ങനെ മടിയിലെ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് ഫേമസ് ആയിട്ടുള്ള അറ്റൽ ടണലിലാണ്. രാവിലത്തെ ഞങ്ങളുടെ ആർത്തി കണ്ടിട്ടാണോന്ന് അറിയത്തില്ല, ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഡിന്നറൊക്കെ റെഡിയായിരുന്നു. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മോൾ റോഡിലേക്ക് കറങ്ങാനിരുന്നു. തിരിച്ചു പോകുമ്പം ഡൽഹി ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് വലിയ വില കൊടുത്ത് ഞങ്ങൾ അങ്ങനെ മണാലിയിലെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. മണാലി മാത്രം കിട്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് തപ്പിപ്പിടിച്ച് നടക്കായിരുന്നു ഞങ്ങൾ. തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ബാറിൽ കയറിയതല്ല, നിങ്ങൾ ഇതിനകം ഒന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ കയറിയതാ. അപ്പം മണാലിയിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി 2 ദിവസങ്ങളിലെ വിശേഷമായിട്ട് ഞാൻ വരാം, ഉടനെ വരും. അപ്പോൾ ഓക്കെ, ബൈ.